ഈ ഒരു ക്വസ്റ്റിനകത്ത് പറയുന്നത് ഒരു ആള് രണ്ട് ഐറ്റം, രണ്ട് വാച്ചസ് എയും ബിയും വാങ്ങിക്കുന്നതാണ്. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 800 രണ്ട് ഐറ്റവും സെയിം സെല്ലിംഗ് പ്രൈസിനാണ് വിൽക്കുന്നത്. ആദ്യത്തെ ഐറ്റത്തിന് 18% പ്രോഫിറ്റും രണ്ടാമത്തെ ഐറ്റത്തിന് 22% ലോസും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നിങ്ങളിവിടെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ ഇപ്പോൾ എ ബി സി, ഓക്കെ, എയിൻ്റെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, അതെല്ലാം ഡിഫറൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബിൻ്റെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുള്ള അതും ഡിഫറൻ്റ് ആണ്. അപ്പം നമുക്ക് ആക്ച്വലി ഒന്നെങ്കിൽ എയിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചിട്ട് നിർത്താം, അല്ലെങ്കിൽ എയിൻ്റെ മാത്രം കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചിട്ട് നിർത്താം, കാരണം ഡിഫറെൻ്റ് ഓപ്ഷൻ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ബിൻ്റെ കോസ്റ്റ് പ്രൈസ് മാത്രം കണ്ടുപിടിച്ചിട്ട് നിർത്താം. എന്താണേലും കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ഇവർ പറഞ്ഞ സംഭവങ്ങളെല്ലാം നോക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നിട്ടുള്ള 18% തന്നിട്ടുണ്ട്. 18% എന്ന് പറയുമ്പോൾ 5/9 50 ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ. അതുപോലെ തന്നെ 22% എന്ന് പറഞ്ഞിട്ടുണ്ട്. 22% എന്ന് പറയുമ്പോൾ 11/50 ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഈ ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ ഇതായിരിക്കും കോസ്റ്റ് പ്രൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഇത് പ്രോഫിറ്റ് ആയിരിക്കും. ദെൻ ഇത് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും, ഇത് ലോസ് ആയിരിക്കും, കാരണം ക്വസ്റ്റ്യൻ ലോസ് എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് രണ്ടിടത്തും നോക്കാൻ പോകും. 50 രൂപയുടെ ഐറ്റം 9 രൂപ കൂട്ടി 59 രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് 50 രൂപയുടെ ഐറ്റം 11 രൂപ കുറച്ച് 39 രൂപയ്ക്ക് വിൽക്കണം. അതാണ് ഈ ഫ്രാക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് രണ്ടെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പം ഞാൻ ഇവിടെ നോക്കി, സെല്ലിംഗ് പ്രൈസ് സെയിം അല്ല. അതിനെന്ത് ചെയ്യണം? അതിന് സെയിം ആക്കണം. അതിനെ സെയിം ആക്കണം. 59-നെ 39-നെ സെയിം ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇതിനെ 39 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ 59 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോസ്റ്റ് പ്രൈസ് 50 × 39 എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത്തെ കോസ്റ്റ് പ്രൈസ് 50 × 59 എന്ന് പറഞ്ഞിട്ട്, രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് 59 × 39 എന്ന് പറഞ്ഞിട്ട്, രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് 59 × 39. ഇനി തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. കോസ്റ്റ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. രണ്ടിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ സമ്മാണ് തന്നിട്ടുള്ളത്. അതായത് 50 × 98 ആണ് തന്നിട്ടുള്ളത്. 50 × 98-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 800. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഏതെങ്കിലും ഒരെണ്ണം. ഞാനിപ്പോൾ എയിൻ്റെയാണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 50 × 39 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാനിത് റേഷ്യോ എടുക്കാമെന്ന് വിചാരിക്കുന്നു, കാരണം റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഈ 50 ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 800 × 39 / 98 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ 317 കിടപ്പുണ്ട്, ഇവിടെ 318.37 കിടപ്പുണ്ട്. സോ ഇത് ചെയ്തെടുക്കണം. ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടാൻ പോകുന്നത്.